ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി ആയാലും സാധാരണ നമ്മൾ വെക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് നമുക്ക് വെക്കുകയും ചെയ്യാം. അത് നല്ല തിക്ക് ഗ്രേവിയിലും. കുറച്ച് സാധനങ്ങൾ മതി നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വടക്കംപുളി ഞാനിപ്പോൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുക്കണേ, അതാണ് ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് നല്ല പൊട്ടി വന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് അത് നല്ലതുപോലെ ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടിയിടാൻ വേണ്ടിയിട്ട്. അന്നേരം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഉലുവ പൊടി ഇല്ലാത്തവർ ഉലുവ നമ്മൾ കടുക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചാലും മതി. ഞാനിവിടെ പൊടിയിട്ടെന്നേ ഉള്ളൂ. അങ്ങനെ പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ച പുളിയുണ്ടല്ലോ, അതും ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിള വരുമ്പം അതിലേക്ക് നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ നമ്മൾ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് വെച്ച് കൊടുത്താൽ കാണാനും ഭംഗിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ നല്ലതുപോലെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റും കൂടെ നല്ലതുപോലെ നടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്നാൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. നമ്മുടെ കാപ്പിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊളിയാണ്.